പിന്നെ ഹലോ ആ ഒരു ചിക്കൻ 65 പിന്നെ ടച്ചിങ്സിനുള്ള കുറച്ച് സാധനങ്ങൾ. ഓക്കെ മക്കളെ അടിക്കാം. പിന്നെന്ത് വാ 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 പിടിച്ചോ. റെഡി? അപ്പോ 1 2 3 എടാ ഗിരി, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അല്ല ഈ പാറു ആളെങ്ങനെയാ? അവള് തന്നെ മുറപ്പെണ്ണല്ലേ? നീയോ അവളും കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ? അപ്പൊ പിന്നെ മറ്റാരെക്കാളും നിനക്കായിരിക്കും അവളെ പറ്റി നന്നായിട്ട് അറിയാവുന്നത്. പറയടാ, പാറുവിനെ കുറിച്ച് പറയും. കുട്ടിക്കാലം മുതൽ ഞാനും പാറു ഒരുമിച്ച് കളിച്ച് വളർന്നവര് തന്നെ. ഒരുപക്ഷെ പാറുവിനെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളും ഞാൻ തന്നെ ആയിരിക്കും. ആ അപ്പൊ എളുപ്പമായി. നിന്നെ പോലെ തന്നെ എനിക്കും നന്നായിട്ട് അറിയണം പാറുവിനെ കുറിച്ച്. ഇന്ദ്ര, പാറു വെറും പാവ. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കുന്ന സ്വഭാവമല്ല പാറുവിന്റേത്. എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാലേ പിന്നെ പാറുവിന്റെ സ്വഭാവം മാറും. അത് ആര് ചെയ്തു കഴിഞ്ഞാലും പാറു അവരെ വെറുതെ വിടാനും പോകുന്നില്ല. ന്യായത്തിന് വേണ്ടി ഏതറ്റം വരെയും പാറു പോകും. പിന്നെ ഉള്ളിലൊന്ന് പുറത്ത് വേറൊന്ന്, അങ്ങനെ ഒരു സ്വഭാവം പാറുവിനില്ല. ഉള്ളിൽ എന്താണോ അത് നേരെ ചൊവ്വ വെട്ടി തുറന്ന് പറയും. പാറുവിന്റെ മനസ്സിലെ നന്മ എത്രത്തോളം ഉണ്ടെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? എന്നിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു ആശുപത്രി തുടങ്ങണമെന്നും എല്ലാവർക്കും നല്ല ചികിത്സ നൽകുന്ന ഡോക്ടറായിട്ട് ജീവിക്കണമെന്നാണ് പാറു സ്വപ്നം കാണുന്നത്. പാറുവിന് ജന്മം കൊടുത്ത അമ്മാവനും അപ്പച്ചിയും പുണ്യം ചെയ്ത ആൾക്കാരാ. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അവക്ക് കൊടുക്കണം. ഡോക്ടർ പാർവതി. എന്നിട്ട് എന്നിട്ട് ഇന്ദിരാ, നിന്നെക്കാളും നിന്റെ പെണ്ണിന് ഇവനാണല്ലോ നന്നായിട്ട് അറിയാവുന്നത്. അതിലൊന്നും കാര്യമില്ലടാ. ഇവൻ അവളെ കുറിച്ച് എന്തറിഞ്ഞാലും നാളെ ഈ സമയത്ത് അവള് എന്റെ കൂടെ എന്റെ ഈ ബെഡിലുണ്ടാവും. പിന്നെ ഇവൻ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്ത് കാര്യം അല്ലടാ? എടാ പിന്നെ നീ ടച്ചിങ്സിന്റെ കാര്യം നീ അവിടെ വെക്ക്. ഇവിടെ ആവശ്യം വരുമ്പോ വിളിച്ചു കഴിഞ്ഞാൽ ആളെ കിട്ടില്ല. അതുകൊണ്ട് നീ അവിടെ തന്നെ നിൽക്ക്. അവന് തിരക്കേ പോവാനായിട്ട്.